നമസ്കാരം. സെറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓർത്തോ സെന്റർ ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ 80 ആൻഡ് 46 വിത്ത് ദ ഒറിജിൻ. ഒരു ട്രയാങ്കിൾ ആണ് ഇവിടെ പറയുന്നത്. ഒറിജിൻ ആണ് അതിന്റെ ഒരു വെർട്ടെക്സ്. 00 ആണ് ഒരു വെർട്ടെക്സ്. പിന്നെ ഒന്ന് 80 ആണ്, പിന്നെ ഒന്ന് 46 ആണ്. 4 എന്ന് പറയുമ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ് വരും അല്ലെ. ഇത് 40 ആണല്ലോ. അപ്പൊ ഈ പോയിന്റ് ആയിരിക്കും 46 എന്ന് പറയുന്നത്. 46. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്റർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്താ ഓർത്തോ സെന്റർ എന്ന് പറഞ്ഞാൽ? ഒരു വെർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഓർത്തോ സെന്റർ എന്ന് പറയുക അല്ലെ. പെർപെൻഡിക്കുലറുകളാണ് മീറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരയ്ക്കാം. ഇനി ഒരു പെർപെൻഡിക്കുലർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കും കേട്ടോ. അപ്പൊ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്നത്, അത് ഈ ഒരെണ്ണോട് വരച്ചാൽ എങ്ങനെ മീറ്റ് ചെയ്യും? അപ്പൊ ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ ഓർത്തോ സെന്റർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ പോയിന്റ് ആണ് നമ്മുടെ ആൻസർ. അത് ഈ ഒരു ലൈനിന്റെ മുകളിലാണ് ഉള്ളത്. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ x=4 എന്ന് പറഞ്ഞ ലൈനാണ് അല്ലെ. എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ആയതുകൊണ്ട് x=4 എന്ന് പറഞ്ഞ ലൈനാണത്. അപ്പൊ x=4 എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അത് ഓപ്ഷൻ എയിലും ഓപ്ഷൻ സിയിലും x=4 ആണ്. ബിക്കും സിക്കും പോസിബിലിറ്റി ഇല്ല ആ പോയിന്റ് അല്ലെ. അപ്പൊ ഇനി എ ആണോ ബി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് y കോർഡിനേറ്റും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുക, ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, അപ്പോ ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ അതിൽ x=4 കൊടുത്താൽ നമുക്ക് y കോർഡിനേറ്റ് കിട്ടും. ഓക്കെ, ഫോർ ദാറ്റ് ഈ ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കിട്ടും നമുക്ക്? y2 - 0 - 6/8 - 4 എന്ന് പറഞ്ഞാൽ -6/4 എന്ന് വരും. അത് -3/2 ആണ്. അപ്പൊ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? 2/3 ആയിരിക്കും അല്ലെ. അപ്പൊ ആ ലൈനിന്റെ ഇക്വേഷൻ y=2/3x എന്നാണ് കിട്ടുക. ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ x=4 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y=2/3 × 4 8/3 എന്ന് കിട്ടും. അപ്പൊ x കോർഡിനേറ്റ് 4 ഉം y കോർഡിനേറ്റ് 8/3 ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ഓപ്ഷൻ എ ആയിട്ടാണ് വരിക. ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഈസി അല്ലേ പഠിക്കാനായിട്ട്?